ത്രിയേക ദൈവത്തിന് സ്തുതി. ആഴ്ചകളുടെ ആഴ്ച. ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആഴ്ച ആഴ്ചകളുടെ ആഴ്ച എന്നറിയപ്പെടുന്നു. ഉയർപ്പ് ദിനത്തിൽ പുതുതായി മാമോദീസ സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആഴ്ചയായതിനാൽ ഈ ആഴ്ച ആഘോഷപൂർവ്വം കൊണ്ടാടി വന്നിരുന്നു. വലിയ നോമ്പിന് ശേഷമുള്ള ദിവസങ്ങളായതിനാൽ ഈ ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഉയർപ്പിന് ശേഷമുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ ഹോവാറ ദിവസങ്ങൾ എന്നറിയപ്പെടുന്നു. പിറ്റേ ഞായറാഴ്ച പുതുഞായറാഴ്ച. ഹോവാറ എന്നതിന് വെളുത്ത എന്നർത്ഥം. പഴയകാലങ്ങളിൽ കെംദായുടെ സന്ധിക്കാണ് അതിപുരാതന കാലത്ത് മാമോദീസ നൽകിയിരുന്നത്. സ്നാനം ഏൽക്കുന്ന ആളുകൾ 40 ദിവസം നോമ്പ് നോറ്റതിന് ശേഷമാണ് സ്നാനം ഏറ്റിരുന്നത്. സ്നാനം ഏറ്റതിന് ശേഷം അവർ ഒരാഴ്ച വെള്ളവസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. വെള്ളവസ്ത്രം ധരിച്ച് അവർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു. അതുകൊണ്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. അത് ഈ സ്നാനമേറ്റവർക്ക് വേണ്ടിയായിരുന്നു. ഈ ദിവസങ്ങൾ ഹോവോറ, വെളുത്ത വെണ്മയുള്ള ദിവസങ്ങൾ എന്നറിയപ്പെടുന്നു. ഹോവോറോ വെള്ളിയാഴ്ച സകല മൗദ്യാനന്മാരുടെയും ഓർമ്മ ദിവസമാണ്. മൗദ്യാനന്മാർ എന്ന പദത്തിന് ഏറ്റുപറയുന്നവർ എന്നാണ് അർത്ഥം. ആദിമകാലത്ത് ഗ്രീക്ക് ചിന്തകന്മാരുടെ ഈറ്റില്ലമായ മധ്യപൂർവ്വ ദേശത്ത് താരതമ്യേന താഴേക്കിടയിലുള്ളവരായിരുന്ന ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ചും ദൈവശാസ്ത്രത്തെ സംബന്ധിച്ചും വിശദീകരിക്കുവാൻ അറിവുണ്ടായിരുന്നില്ല. എന്താണ് നിങ്ങളുടെ മതത്തിൻ്റെ ഉൾക്കാഴ്ച എന്ന് പുറജാതികൾ ചോദിക്കുമ്പോൾ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ചൊല്ലി കേൾപ്പിക്കുകയായിരുന്നു ഏകമാർഗം. വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുന്നവരെ മൗദ്യാനന്മാർ എന്ന് അറിയപ്പെടുന്നു. റോമൻ പീഡനകാലമായിരുന്നതിനാൽ ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിക്കുകയും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ യവനദേവന്മാരെ ഏറ്റുപറയുവാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ തയ്യാറാകാത്തവരെ പീഡിപ്പിച്ച് കൊല്ലുകയും പതിവായിരുന്നു. വളരെ പ്രാകൃതമായ രീതിയിലാണ് അന്നവർ കൊന്നിരുന്നത്. ഈ സഭാപിതാക്കന്മാർ തങ്ങളുടെ മരണസമയത്ത് വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് ധീരമായി മരണത്തെ സ്വീകരിച്ചിരുന്നു. ഇന്നും മരണസമയത്ത് ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന പാരമ്പര്യമാണ് സുറിയാനി സഭയ്ക്കുള്ളത്. ഈ പാരമ്പര്യം മൗദ്യാനന്മാരുടെ പാരമ്പര്യമാണ്. ഇവർ നമ്മെ നമ്മുടെ പ്രതിസന്ധികളിൽ പതറാതെ യേശുമിശിഹായോട് ചേർന്ന് നിൽക്കുവാൻ സഹായിക്കുവാനിടയാകട്ടെ. ആമേൻ.